കടായി, അരി, പാല്, ഷുഗർ. ഇല്ല, എനിക്ക് ഷുഗർ ഇല്ല. ബിപി കൊളസ്ട്രോളും തീരെയില്ല. ആരോഗ്യ ജീവിതം, സുഖ ജീവിതം. എടാ അവൻ പഞ്ചസാര ചോദിച്ചത്. ഷുഗർ, ചീനി, ഷുഗർ. ആ അങ്ങനെ പറ, അവിയലിനകത്ത് ഇടുന്നതാണെന്ന്. പഞ്ചസാര എങ്ങനെയാടാ അവിയലിടുന്നേ? സ്പൂൺ കൊണ്ട്. അല്ലെങ്ങനെ ഇന്ന് പഞ്ചസാര. എന്റെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് പായസത്തിന്റെ മണം? ആഹാ, വായില് കപ്പൽ ഓടുന്നുണ്ട്. എന്നാലും കുക്കിംഗ് ഒരു വല്ലാത്ത സംഭവം തന്നെയാ. നമ്മൾ ഇതിനകത്ത് അരി, പാല്, പഞ്ചസാര എല്ലാം ഇട്ടു. പക്ഷെ അതിന്റെ ഒന്നും മണം വന്നില്ല. വന്നതോ പായസത്തിന്റെ മണം. അത് ഇതിനകത്ത് ഇട്ടില്ല. എന്താ എന്ത് പറ്റി ചേട്ടാ? ഓ, ചെവിയില് നിന്റെ ശബ്ദം കുത്തി കയറി. അതിനെ പുറത്തെടുക്കാം. ഒന്ന് മിണ്ടാതിരിക്കേ. ആ ഗുണ്ടു, ഇന്ന് എന്ത് പറ്റി? വീട്ടുമുറ്റത്ത് ഒരു ഇല കിടന്നാ പോലും കുനിഞ്ഞെടുക്കാത്ത നീ ഇന്ന് പായസം ഉണ്ടാക്കുന്നു. കാക്ക മലർന്നു പറക്കോ? എന്റെ ദൂരത്തുള്ള റോക്കറ്റ് അപ്പൂപ്പന് എന്റെ കൈയും കൊണ്ടുണ്ടാക്കുന്ന പായസം ഭയങ്കര ഇഷ്ടമാ. നിങ്ങൾക്ക് അറിയാമോ? ദൂരെയുള്ള അപ്പൂപ്പനോ? അപ്പൂപ്പൻ റോക്കറ്റ് അല്ലേ, അതുകൊണ്ട് ആകാശത്തിലാ നിക്കുന്നത്. അതുകൊണ്ട് ദൂരത്തിലുള്ള അപ്പൂപ്പൻ. അദ്ദേഹത്തിന് എന്റെ കൈയും കൊണ്ടുണ്ടാക്കിയ പായസം കുടിക്കണം. അയ്യോ, അറിയാതെ ഞാൻ കൂടുതൽ പഞ്ചസാര ഇട്ടുപോയി. അതിനൊരു കുഴപ്പമൊന്നുമില്ല. ഇത്രയും ദൂരെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിട്ട് നിന്റെ അപ്പൂപ്പൻ ഇങ്ങോട്ട് വരുമോ? നിന്റെ സംസാരം കേട്ട് പായസം വരെ വെന്തു പോയി. അതല്ല, രണ്ടും വേറെ വേറെയാ. നിന്റെ സംസാരവും കേട്ടു, പായസവും വെന്തു. അപ്പൂപ്പനെ ചോദിച്ചാലും തരാം, പക്ഷെ ഞാൻ പായസം തരൂല്ല. കുറച്ചെടുക്ക്. ഒരു സ്പൂൺ എടുത്താലും ഒന്നും സംഭവിക്കില്ല. പക്ഷെ ആ സ്പൂൺ ഇതായിരിക്കണം. ഇല്ലടാ, ഇല്ല, ഒരിക്കലും ഇല്ല. പെട്ടെന്ന് ആ മുകളിൽ നിന്ന് ആ ടിഫിന്റെ ഡബ്ബ ഇങ്ങ് എടുത്ത് വേഗം എടുക്കും. നിൽക്ക്, ഞാനൊന്ന് ശ്രമിക്കാം. അയ്യോ അയ്യോ, പായസമാണ് പാക്ക് ചെയ്യേണ്ടത്, എന്നെ അല്ല. ഇതൊന്നും എടുത്ത് മാറ്റോ. ഗുണ്ടിന്റെ തല ചെരുവത്തിന്ന് കിട്ടുന്നില്ല. അപ്പൊ ഒരു പണി ചെയ്യാം, ചെരുവത്തിന്ന് തല ഊരിയെടുക്കാം. എടാ, രണ്ടും ഒന്നല്ലേ? ഞാൻ കരുതി ഒരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാന്ന്. ഇളകി പോന്നാലും. അയ്യോ, എന്റെ പായസം ആകെ നാശമായിട്ടുണ്ടാവും. ഈ ചരിവ് ഇളകിയില്ലെങ്കിൽ ഈ പായസം എങ്ങനെ റോക്കറ്റ് അപ്പൂപ്പന് അയച്ചു കൊടുക്കും? എടാ, നീ ടെൻഷൻ അടിക്കാതെ. ഞങ്ങൾ നിന്നെ റോക്കറ്റ് അപ്പൂപ്പന്റെ വീട്ടിൽ കൊണ്ടുപോവാ. അഡ്രസ് പറയാ. അഡ്രസ് അതൊന്നും അറിയില്ല. എനിക്ക് അവിടം വരെ പോകാനുള്ള വഴി മാത്രം അറിയാം. ശരി, ഓക്കെ. അപ്പോ നീ വഴി ഓർമ്മിച്ച് മണത്ത് ചുറ്റുവട്ടത്തുള്ള ശബ്ദമൊക്കെ ഗ്രഹിച്ച് ഞങ്ങളോട് വഴി പറഞ്ഞു തരണം. ഞങ്ങൾ നിന്നെ അപ്പൂപ്പന്റെ വീട്ടിൽ എത്തിക്കാം. എങ്ങനെ എന്റെ ഐഡിയ? അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവന്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. വരൂ, സൈക്കിളിൽ വന്ന് കയറ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ ഇങ്ങനെ വെളിയിൽ വെക്കരുതെന്ന്. ആരെങ്കിലും ഇതിന്റെ സീറ്റ് മോഷ്ടിച്ചിട്ട് പോവില്ലേ? എടാ കഴുതേ, അത് സൈക്കിളല്ല, ഹാൻഡ് പമ്പാണ്. ഫുൾ സ്പീഡിൽ പോകൂ. നേരെ മുമ്പിൽ മതിലായിരുന്നു. ആണോ? ഞാൻ വിചാരിച്ചു സൈക്കിളിൽ തിരിഞ്ഞായിരുന്നേന്ന്. എന്റെ മുന്നോട്ട് പോണമായിരുന്നു. റോക്കറ്റ് അപ്പൂപ്പൻ ഇവിടുന്ന് ലോഞ്ച് ചെയ്ത് ചന്ദ്രനിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പായസം കൊണ്ടുപോയി കൊടുക്കണം. നിക്കൂ നിക്കൂ, ഇവിടെ ചെറിയ പൂക്കളുണ്ട്, അതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് പതുക്കെ ഓടാ. എടാ കഴുതേ, ഇത് ഗാർഡൻ അല്ല, ഹൈവേ ആണ്.
ചരിവൻ കാരണം കണ്ണടഞ്ഞു പോയി, ശരി തന്നെ. പക്ഷെ നിന്റെ ബുദ്ധി അടഞ്ഞു പോയോ? ഹൈവേയിൽ എന്തിനാടാ കൊണ്ടെത്തിച്ചത്? ഇവിടെ ഹൈവേ നിർമ്മിച്ചോ? ഞാൻ കൊച്ചിലെ അപ്പൂപ്പന്റെ വീട്ടിൽ പോകുമ്പോ ഇവിടെ ഗാർഡൻ ഉണ്ടായിരുന്നു. ലോകം എത്രയാ മാറുന്നത്. ഗാർഡൻ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരിക്കാറുള്ളത്. കസേര എടുത്ത് മാറ്റിയ ആൾക്കാർ. സത്യത്തിൽ ലോകം ഒരുപാട് മാറിപ്പോയി. മാറൂ. ഇപ്പൊ എന്താ സംഭവിക്കുന്നേ? ഓ, അപ്പൊ ആനയും വരുന്നില്ലേ? മുമ്പ് ഒരുപാട് വരുമായിരുന്നു. ലോകം ആകെ മാറിപ്പോയി. നിന്റെ തലക്കിട്ടൊരു കൊട്ടു തരാനാ തോന്നുന്നേ. പക്ഷെ ഇരുമ്പ് ചെരുവായി പോയി തലയില്. എന്റെ കൈ വേദനിക്കും. ഞാൻ നിക്ക്. ഈ പായസത്തിന്റെ ഡബ്ബ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് തന്നെയാണോ നിനക്ക് തോന്നുന്നത്? ഞാനും അതാ ചിന്തിച്ച്. പായസം കുടിച്ചു കഴിഞ്ഞ് പാത്രം നീ തന്നെ കഴുകി വെച്ചാ മതി. നിന്റെ ചിന്ത ഒരിക്കലും നേരെ ഉള്ളതാകില്ല. നിനക്ക് ഷേർവാണി വാങ്ങിച്ചു തന്നാലും നീ അത് അഴിച്ച് പോച്ചയാക്കും. എടാ, ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു സ്പൂണ് കഴിക്കാം. മനസ്സ് പറയുന്നത് കഴിക്കാനാണ്. പക്ഷെ മനസ്സ് പറയുന്നത് കേൾക്കണോ, ചെരുവം പറയുന്നത് കേൾക്കണോ? ശരി, വയറ് പറയുന്നത് കേൾക്കാം. വയറും മനസ്സും ഒന്ന് തന്നെയാ പറയുന്നത്. ഇവിടെ ഞങ്ങൾ കല്ലെറിഞ്ഞിട്ട് ഒറ്റക്കാലിൽ വട്ട് കളിക്കുമായിരുന്നു. ദേ ഇങ്ങനെ കല്ലെറിഞ്ഞിട്ട് ഒരു കാലിൽ ഇങ്ങനെ ഓടണം. നീ ഇപ്പൊ എറിഞ്ഞില്ലേ, അത് കാരണം നിനക്ക് ഒരു കാലിലല്ല 2 കാലിൽ ഓടേണ്ടി വരും. എടാ, നീ എറിഞ്ഞത് കല്ലല്ല, ടോമിയുടെ റൊട്ടിയാണ്. ഓടിക്കോ. വാ, മുകളിലേക്ക് കേറി വാ. നിന്റെ വാല് മാത്രമേ വളഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്റെ സ്വഭാവം മൊത്തം വളഞ്ഞതാ. റോക്കറ്റ് അപ്പൂപ്പന്റെ ലോഞ്ചിന് മുമ്പ് എന്റെ ലഞ്ചിനെ കുറിച്ചാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. കുറച്ച് പായസം കൂടി കുടിക്കാം. ഈ ചേട്ടന്റെ വീട്ടിൽ കയറി ഒളിക്കാം. അപ്പൊ ഡോഗിന്ന് രക്ഷപ്പെടും. ദേ ഇടിമുഴങ്ങുന്ന ശബ്ദം. ഇന്ന് എന്തായാലും മഴ പെയ്യും. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഒരു വീടിനകത്ത് സുഖമായിട്ടിരിക്കല്ലേ. സിംഹം. ഇന്നാകെ കുഴപ്പങ്ങളാണല്ലോ. ആദ്യം ഹൈവേയിലോട്ട് പോയി. ദേ ഇപ്പൊ സിംഹത്തിന്റെ കൂടിനകത്തും കയറി പെട്ടു. ഇവന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ല. രാവിലെ പറഞ്ഞ റോക്കറ്റ് മാമന് പായസം കൊണ്ട് കൊടുക്കാൻ പോവാന്ന്. ഇപ്പൊ ഞാൻ ഇവിടെ കിടന്ന് ഓടിത്തൊട്ട് കളിക്കുന്നു. കേക്കൂ, ബർഗർ കഴിക്കൂ. സാൻഡ്വിച്ച് വേണോ? സാൻഡ്വിച്ചും വേണ്ട, ബർഗറും വേണ്ട. വെറുതെ അല്ല നീ കൂട്ടി കിടക്കുന്ന. എല്ലാം ഈ ചരുവം കാരണോ? എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ എത്ര വിരലുകൾ ഉണ്ടെന്ന് പോലും അറിയില്ല. എടാ, അത് വിരലല്ല, മുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലാന്ന്. അത് പിന്നെ ചരുവത്തിനുള്ളിൽ വെയിലൊന്നും അടിക്കാത്തത് കൊണ്ട് പഴയതിലും നല്ല ഹാൻസമായിട്ട് മാറും. ഇനി വലത്തേക്ക് പോട്ടെ, ഇനി ഇടത്തേക്ക് പോട്ടെ. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങൂ. ഓ, എത്തിച്ചേർന്നു.
ആരാണ്? എവിടുന്നാണ്? എന്താണ് കാര്യം? പറ. റോക്കറ്റ് അപ്പൂപ്പ, ഞാൻ നിങ്ങൾക്കുള്ള പായസം കൊണ്ടുവന്നതാ. ഏതപ്പൂപ്പൻ? എവിടുത്തെ അപ്പൂപ്പൻ? ഒന്ന് കാര്യം പറ മക്കളെ. ആഹാ, ഇത്രയും ദൂരം നടന്ന് കഷ്ടപ്പെട്ട് കാടും മലയും താണ്ടി മുതലയുടെ പുറത്തും ചവിട്ടി നദിയും കടന്നു വന്നത് ഇവിടുന്ന് പാട്ട് കേൾക്കാനാ? പായസം കഴിക്കൂ, കഴിക്കൂ, കഴിക്കാൻ. ഏയ്, ഇല്ലില്ല. എന്തോന്നില്ല, കഴിക്കൂ, പായസം കഴിക്കൂ. മക്കളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അപ്പൂപ്പ പായസം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നിനക്കെങ്ങനെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്? അതെ, ഇത്രയും സമയം നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പൊ അതിന്റെ മണം കൊണ്ട് തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ശരി. നീ പറയുമ്പോ എന്തായാലും കഴിക്കും. ആ, നന്നായിട്ടുണ്ട്. ഇത്രയും നല്ല പായസം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത്രയും നല്ല ജോലി ചെയ്തിട്ട് എന്തിനാ നീ മുഖം മറച്ചിരിക്കുന്നത്? അപ്പൂപ്പിന് വേണ്ടി പായസം ഉണ്ടാക്കിയപ്പോ ചരുവൻ തലയിൽ വീണതാ. ഇനി എന്തൊക്കെ വലിയ കാര്യം ചെയ്താലും മുഖം വെളിയിൽ കാണിക്കാൻ പറ്റില്ല. ഓ, ഇതൊരു ചെറിയ കാര്യമല്ലേ. ഞാൻ കാട്ടിലെ ഔഷധങ്ങളും വേരും ഉപയോഗിച്ച് ഒരു തൈലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചെരുവ് ഞാൻ ഇപ്പൊ ഇളക്കി തരാം. റോക്കറ്റ് അപ്പൂപ്പോ, അതെ, എവിടെ? നമ്മൾ ഈ കാട്ടിൽ എന്തെടുക്കുവാ? ഈ നിൽക്കുന്നത് ആരാ? അതല്ലേ ഞാൻ നിങ്ങളോട് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ അപ്പൂപ്പനല്ല അപ്പൂപ്പനല്ല എന്ന്. ഇവര് നിർബന്ധിച്ച് എന്നെ കൊണ്ട് പായസം കുടിപ്പിച്ചു. പക്ഷേ കുറ്റം പറയരുതല്ലോ, പായസം ഉഗ്രനായിരുന്നു. റോക്കറ്റ് അപ്പൂപ്പന്റെ കോള് വന്നിരിക്കുന്നു. ആ, കുറച്ച് മധുരമായിട്ട് സംസാരിക്കും. അങ്ങനെയെങ്കിലും പായസത്തിന്റെ മധുരം ഇവിടെ എത്തട്ടെ. എന്താ? ഇല്ല 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 ഇല്ല. ആണോ? അങ്ങ് ചന്ദ്രനിൽ ഭൂകമ്പം വന്നു എന്നാ തോന്നുന്നേ. അതെ, റോക്കറ്റ് അപ്പൂപ്പന്റെ ലോഞ്ച് ഡേറ്റ് മുന്നോട്ട് മാറ്റിവെച്ചു. അദ്ദേഹം ഇനി പായസം കുടിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും. വരൂ, മാർക്കറ്റ് വഴി വീട്ടിലേക്ക് പോവാം. പാല് വാങ്ങണം. ഈ തവണ വഴി ഞാൻ തന്നെ പറഞ്ഞു തരും. വേണ്ട.